എന്നുവെച്ചാൽ ഗുണ്ടട്ട് കല്ലച്ചിക്കൂടത്തിൽ നിന്ന് എടുത്ത ഒറിജിനൽ ബുക്ക് ഇന്ത്യയിൽ ഒരെണ്ണമാണ് ഉള്ളതെന്ന് സാംസ്കാരിക വകുപ്പ് പറയുന്ന ബുക്ക്. ജർമ്മനി ഞാൻ പോയപ്പോൾ അവിടെ ട്യൂബിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലാണ് ഇതുള്ളത്. ഒരൊറ്റ കോപ്പി ആണ് അവിടെ ഉള്ളത്. പഴയ നിയമത്തിൻ്റെ വേറൊരു പതിപ്പായിട്ട് നമുക്കിതിനെ ചിത്രീകരിക്കാം. ഞാൻ CSIയിലെ റവറൻഡ് ഡോക്ടർ GS ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ CSIയിലെ ഫാദറാണ്, തലശ്ശേരിയിലെ ഫാദറാണ്. 2 പള്ളികളാണ് ഞങ്ങൾക്കുള്ളത്. ഒന്ന് CSIയുടെ ജർമ്മൻ മിഷണറി സ്ഥാപിച്ച ഒരു പള്ളി, മറ്റേത് ഇംഗ്ലീഷുകാർ സ്ഥാപിച്ച വേറൊരു പള്ളി, അതായത് ബ്രണ്ണൻ്റെ മെമ്മറിക്ക് വേണ്ടി സ്ഥാപിച്ച പള്ളി. അങ്ങനെ 2 പള്ളികളാണ് ഇവിടെ ഉള്ളത്. ദൈവം എന്നെ എടുത്ത് ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറാക്കി. ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അങ്ങനെ ആ ഗവൺമെൻറ്റിൽ അന്നത്തെ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ ഇന്നത്തെ മാതിരി രാഷ്ട്രീയം ഒന്നുമില്ലാത്ത സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്താണ് ദൈവം എന്തോ ഒരു ഉൾവിളി തന്നത്. വൈദികനാകണം എന്തോ ഒരു വലിയ ആഗ്രഹം എനിക്ക് വന്നത്. ഞാൻ ഉടനെ അവിടെ സെമിനാറിയിലെ പ്രൊഫസർക്ക് എഴുതി. സംഭവം അപ്പോഴാണ് പറഞ്ഞത്, ഇന്നാണ് വന്നത് സെനറ്റിൽ നിന്ന്, അതായത് കൽക്കത്തയിൽ നിന്ന് ഇന്നാണ് അവർക്ക് കിട്ടിയത് പ്രൈവറ്റായിട്ടും എഴുതാം എന്നുള്ള ഓർഡർ. അതുകൊണ്ട് അച്ഛൻ പ്രൈവറ്റായി എഴുതാൻ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അയച്ചോന്നു അന്ന് പറഞ്ഞു. ഞാനത് അനുസരിച്ചു, അപ്പം തന്നെ എഴുതി അയച്ചു. പ്രൊമോഷനായി ഡെപ്യൂട്ടി ഡെവലപ്മെൻറ്റ് കമ്മീഷണറുടെ പോസ്റ്റ് തിരുവനന്തപുരത്താണ് ഉണ്ടായിരുന്നത്. ആ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന സമയത്ത് ദൈവം വീണ്ടും വിളിച്ചിട്ട് സെമിനാറിലേക്ക് പോകാൻ എന്നോട് കൽപ്പിച്ചു. അവിടെ തന്നെ സെമിനാറിയുണ്ട്. ഞാൻ പോയി ആ രജിസ്ട്രേഷനൊക്കെ ശരിയാക്കി, എല്ലാം ശരിയാക്കി അവിടെ നിന്ന് പഠിക്കാൻ തുടങ്ങി. 32 പേപ്പേഴ്സ് BDക്ക് ഞാൻ എഴുതി. അതാണ് ചെയ്തത്. BDക്ക് ഞാൻ എഴുതി. അത് കഴിഞ്ഞ് MTH അവിടെ തന്നെ പറഞ്ഞു, MTHന് തീസിസ് എഴുതിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡോക്ടറേറ്റിനും തീസിസൊക്കെ എഴുതി. ആ ഡോക്ടറേറ്റിൻ്റെ എല്ലാം എഴുതി കഴിഞ്ഞ് അതിന് ശേഷമാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. റിട്ടയർ ചെയ്ത ഉടനെ തിരുമേനി പറഞ്ഞു, എൻ്റെ തിരുമേനി പോയിട്ട് ജോയിൻ ചെയ്തോ, ഷൊർണൂർ എൻ്റെ ആസ്ഥാനത്ത് തന്നെ വന്നോ എന്ന് പറഞ്ഞ് ഞാൻ ഷൊർണൂർ ബിഷപ്പിൻ്റെ ആസ്ഥാനത്ത് ജോയിൻ ചെയ്തു ആഫ്റ്റർ ദി റിട്ടയർമെൻറ്റ് ഓഫ് കേരള സർവീസ്. അങ്ങനെയാണ് ഞാൻ ഈ വൈദിക പട്ടം തന്നിട്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതും ഇത്ര കാലമായിട്ട് വൈദികനായിട്ട് ജോലി ചെയ്തതും. എനിക്കൊരു സമ്മാനം ആയിട്ട് എൻ്റെ മുത്തച്ഛൻ തന്ന ഒരു സമ്മാനം ആയിട്ട് ഞാൻ ഗുണ്ടട്ടിൻ്റെ ഒറിജിനൽ ബുക്ക്, എന്നുവെച്ചാൽ ഗുണ്ടട്ട് കല്ലച്ചിക്കൂടത്തിൽ നിന്ന് എടുത്ത ഒറിജിനൽ ബുക്ക് ഇന്ത്യയിൽ ഒരെണ്ണമാണ് ഉള്ളതെന്ന് സാംസ്കാരിക വകുപ്പ് പറയുന്ന ബുക്ക് ഞാൻ എൻ്റെ കയ്യിലുണ്ട്, കൈവശമുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ച് തരുന്നത്. ഈ പുസ്തകം എനിക്ക് കിട്ടിയത് എൻ്റെ ഭാര്യയുടെ അച്ഛനായ ആ അച്ഛൻ്റെ അച്ഛൻ ആണ്. പിന്നെ സത്യവ്രതൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൽ നിന്ന് ഭാര്യയുടെ സത്യസന്ധ മാഷക്ക് കിട്ടിയതാണ്, ഭാര്യയുടെ അച്ഛന്. അങ്ങനെ സത്യസന്ധ മാഷ സൂക്ഷിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കാലശേഷം പിന്നെ
ഞാനിവിടെ എത്തിയപ്പോഴേക്കും ഞാനത് സൂക്ഷിക്കാൻ തുടങ്ങി. ഏകദേശം 50 കൊല്ലം ഞാനിവിടെ ഇത് സൂക്ഷിച്ചു കൊണ്ടേ ഇരിക്കുന്നു. ഇതിൽ ഹാൻഡ് റൈറ്റിംഗ് കണ്ണിയൻ കിട്ടു എന്ന് പറയുന്ന ഒരു തമിഴ് ക്രിസ്ത്യനാണ് എഴുതിയിരിക്കുന്നത്. രാജ്യസമാചാരം മുതൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകത്തിലും ഇതേ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് കാണുവാൻ സാധിക്കും. അത് തലശ്ശേരി മിഷൻ പ്രസ്സിനുള്ള ആ പേജ് കൂടി ഞാൻ തലശ്ശേരി മിഷൻ പ്രസ് 1851 ഈ സാധനം പുറത്തിറങ്ങിയത്. 173 വർഷമായി എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നു. എൻ്റെ മുത്തച്ഛൻ എനിക്ക് തന്നതാണ്. അങ്ങനെയാണ് ഈ പുസ്തകം ഇപ്പോഴും എൻ്റെ കയ്യിൽ ഒരു കേടുപാടുമില്ലാതെ ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പുസ്തകമാണ് ഇത്. കാരണം എവിടെയുമില്ല എന്നെനിക്കറിയാം. ജർമ്മനി ഞാൻ പോയപ്പോൾ അവിടെ ട്യൂബിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലാണ് ഇതുള്ളത്. ഒരൊറ്റ കോപ്പി ആണ് അവിടെ ഉള്ളത്. അവർ ആർക്കും കൊടുക്കില്ല. ദൂരത്തുനിന്ന് കാണിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്, ഒന്നും ചെയ്യില്ല. അത്രയും വിലപ്പെട്ടൊരു പുസ്തകമാണ് ഇതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ലോക ചരിത്രശാസ്ത്രമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൻ്റെ മുമ്പ് ബൈബിൾ ഇതിൻ്റെ കാലഘട്ടത്തിൻ്റെ മുമ്പിൽ ഉള്ള ഒരു വിവരണമാണ്, ചരിത്രമാണ് ഇതിൽ കാണുന്നത്. നോഹയുടെ ജലപ്രളയം വരുന്നതിൻ്റെ ജസ്റ്റ് ബിഫോർ ഉള്ള ആ ചരിത്രം മുഴുവനായിട്ടുണ്ട്. അതിൻ്റെ മുമ്പിലുള്ള ചരിത്രം കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വലിയ പുസ്തകമാണിത്. ആ പുസ്തകമാണ് ഞാൻ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വിലമതിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം മലയാളത്തിന് അമൂല്യ സംഭാവനകൾ നൽകിയ ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഇല്ലെങ്കിൽ വാസ്തവത്തിൽ നിഘണ്ടു, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഒരിക്കലും കണി കാണാൻ കിട്ടില്ല. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, മലയാളത്തിൻ്റെ വാക്കുകൾ ഗ്യാദർ ചെയ്തിട്ട് അദ്ദേഹം എഴുതിയിരിക്കുകയാണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. ആ നിഘണ്ടു കൊണ്ടാണ് മലയാള ഭാഷ തന്നെ വലിയ വിപുലീകരിക്കാൻ സാധിച്ചത്. അത് അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം സൂക്ഷിച്ചു വെക്കാതെ ഇരിക്കുന്നത് കഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അധികാരികളോട് ഇതൊക്കെ പറഞ്ഞതും എഴുതിയതുമാണ്. പക്ഷേ അവരിതിൽ നിന്ന് നടപടിയെടുക്കാൻ ഒന്നും അവർ ചെയ്തിട്ടില്ല എന്ന് ദുഃഖകരമായിട്ട് പറയുകയാണ്. ഇത് ലോകചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന വേൾഡ് ഹിസ്റ്ററിയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ വേറൊരു പതിപ്പായിട്ട് നമുക്കിതിനെ ചിത്രീകരിക്കാം. പഴയ നിയമത്തിൽ പറയുന്ന രാജാക്കന്മാർ അതുപോലെയുള്ളത്, പക്ഷേ അതിനേക്കാളും വേറൊരു തരത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ് ഇതിൽ കൊടുത്ത് കാണുന്നത്. എന്തായാലും വലിയ ഉപകാരമാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം തിയോളജിയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ എന്താ പറഞ്ഞു, ഇവിടെ എന്താ പറഞ്ഞു നോക്കാൻ വളരെ കാര്യമായിട്ട് നോക്കാൻ സാധിക്കും. അതാണ് ഇതിലുള്ളത്. അതിലും പ്രത്യേകിച്ച് പറയാനുള്ളത് മലയാള അക്ഷരമാണ്. ഈ അക്കം എന്ന് പറയുന്ന 3 എന്നുള്ള അക്കം നമ്മൾ എഴുതുന്ന 3 അത് ഇംഗ്ലീഷ് ലെറ്ററാണ്. പക്ഷെ മലയാളം ലെറ്റർ ഇതാ അറിയില്ല. 400 എന്ന് പറയുന്നത് നമുക്കറിയില്ല, നമ്മൾ വായിക്കണം 400 എന്ന്. അത് 400 എന്ന് തന്നെ അറിയില്ല, അതിൻ്റെ ഒരു കഷ്ടമാണല്ലോ. 400 എന്നുള്ളത് അറിയില്ല, 300 ചെല്ലാനാണ്. ലാസ്റ്റ് നോക്കുമ്പോൾ 400 വരും, 400 അവസാനിക്കുന്നു. അങ്ങനെ അതും കൂടി നമുക്കറിയില്ല. മലയാളം അക്ഷരങ്ങൾ വരെ അറിയാത്ത ആൾക്കാരാണ്. ഹെർമൻ ഗുണ്ടട്ട് 1839 ഇവിടെ ഇല്ലിക്കുന്നിൽ വന്നത്. ഇല്ലിക്കുന്നിൽ വരുമ്പോൾ അവിടെ ഒരു ബംഗ്ലാവ് മാത്രമാണ് ഉള്ളത്. ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ തോമസ് സ്ട്രെയിഞ്ച് എന്ന് പറയുന്ന ആ ജഡ്ജിയുടെ ബംഗ്ലാവാണ്. അദ്ദേഹത്തിന് ട്രാൻസ്ഫറായിട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് അപ്പോൾ തോമസ് സ്ട്രെയിഞ്ച് എന്ത് പറഞ്ഞതാ വന്നിരിക്കുന്നു, മിഷനറിമാർ
ജർമ്മൻ മിഷണറിമാർ തീർച്ചയായിട്ടും ഹെർമൻ ഗുണ്ടറ്റിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം തൻ്റെ ആ ബംഗ്ലാവിലേക്ക് കടത്തിവിട്ടു. അങ്ങനെയാണ് അവർക്ക് കിട്ടുന്ന ബാസൽ മിഷന് കിട്ടിയത്. ആ ബംഗ്ലാവാണ് ഇന്ന് നിലനിൽക്കുന്നു. സർക്കാർ അത് ഏറ്റെടുത്ത് മ്യൂസിയമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് അന്നത്തെ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അദ്ദേഹവും ഭാര്യ ജൂലി ഗുണ്ടട്ടും മക്കൾ ഒരു ചെറിയ മക്കളാണ്, അവർ 1-2 പേരും കൂടിയിട്ടാണ് ഇവിടെ എത്തുന്നത്. എത്തിയിട്ടാണ് ബാക്കിയുള്ള ഫാമിലി ലൈഫ് മുഴുവൻ കഴിക്കുന്നത്. അദ്ദേഹം വരുമ്പോൾ ഇവിടെ ഒന്നുമില്ല, ആർക്കും ബൈബിളിനെ കുറിച്ചോ യേശു ക്രിസ്തുവിനെ കുറിച്ചോ ആർക്കും ഒന്നും അറിയില്ല. പക്ഷേ ഇവർ പഠിപ്പിച്ചു കൊടുത്തു. ആ ജോലി കൊണ്ടിട്ട് തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ആൾക്കാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് കുറേ പേരെ പിന്നെ വീടുകളിൽ നിന്ന് അവരുടെ മക്കളെയൊക്കെ കൊണ്ടുവന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു. അങ്ങനെ വലിയൊരു കാര്യമാണ് അദ്ദേഹം കൊടുത്തത്. അങ്ങനെ ഇവിടെ ഇരുന്നിട്ടാണ് ആദ്യത്തെ രാജ്യസമാചാരം വർത്തമാന പത്രം പിന്നെ ഗുണ്ടട്ട് ബംഗ്ലാവിലിരുന്ന് ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള അതിൻ്റെ അടുത്ത് തന്നെ പശ്ചിമോദയം അങ്ങനെ എല്ലാ ബുക്കുകളും അവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. അതിന് സഹായിയായിട്ട് മലയാളം കുറച്ച് പഠിപ്പിക്കാനാണ് ഊരാച്ചേരി ഗുരുക്കൾ എന്ന് പറഞ്ഞ ചൊക്ലിയിലെ ആചാര്യന്മാർ രണ്ടുപേരുടെ സഹായത്തോടു കൂടി ഇദ്ദേഹം പിന്നെ കുതിരപ്പുറത്ത് ചൊക്ലിയിൽ പോയി അവിടെ പോയി പഠിച്ചു എന്നാണ്. ഇന്ന് നമ്മൾ നോക്കിയാൽ ഊരാച്ചേരി ഗുരുക്കളിനൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഇരുന്നതാണ്. അങ്ങനെ പഠിച്ചു, ഇത് ചെയ്തു. പിന്നെ അഞ്ചരക്കണ്ടിയിൽ അടിമകൾ അന്ന് ഉണ്ടായിരുന്നു, അടിമകൾ ധാരാളമായിട്ട്. അവരെ മോചിപ്പിച്ച് കൊണ്ടുവന്ന് സഭയിൽ ചേർത്തത് ഈ ഗുണ്ടട്ട് എന്ന മഹാനാണ്. സമൂഹ വിവാഹം ആദ്യമായി നടത്തിയത് ഹെർമൻ ഗുണ്ടട്ടാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഓരോ ജീവിതം നൽകി കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം മിഷണറി പ്രവർത്തനം നടത്തിയത്. അങ്ങനെ ആ ഗുണ്ടട്ടിൻ്റെ ആ ഒരു പള്ളി അവിടെ പണിതു. ആ പള്ളി ഇപ്പോൾ പോയെങ്കിലും അതേ സ്ഥാനത്ത് അതേ പാറ്റേണിൽ തന്നെ വേറെ പള്ളി ബാസൽ മിഷൻകാർ എടുത്തിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അങ്ങനെയാണ് ഗുണ്ടട്ട് ചെയ്തത്. ഇവിടെയും അതുപോലെ ബാലികാ സദനം ചിറക്കലിലും 2 സ്ഥലത്തും ഒരേ മാതിരിയുള്ള പ്രവർത്തനങ്ങൾ. എന്ന് വെച്ചാൽ ഒരു കുഞ്ഞുങ്ങൾക്ക് അവരുടെ മക്കൾക്ക് പിന്നെ ഒരു ജീവിതം നൽകി കൊടുക്കുക, അവരുടെ അച്ഛനമ്മമാർക്ക് ജോലി കൊടുക്കുക, ആ ജോലിയൊക്കെ ആ നെയ്ത്തുശാല പണിത് ആ നെയ്ത്തുശാലയിൽ അവർക്ക് ജോലി കൊടുക്കുക. ഇങ്ങനെ ആണ് അദ്ദേഹം നെട്ടൂർ ചെയ്ത പ്രവർത്തനം. അതുപോലെ അഞ്ചരക്കണ്ടിയിലും ചെയ്തു. അങ്ങനെ അത് പോരാതെ BEM സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ സംഭവം, ഹയർ സെക്കൻഡറിയാണ് ഇപ്പോൾ, ആ സംഭവം അദ്ദേഹമാണ് തുടങ്ങി വെച്ചത് തലശ്ശേരിയിൽ. വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു കാര്യമാണ്. ഇന്നും അത് BEMP സ്കൂളാണ് എന്ന് പറഞ്ഞാൽ BEM പാർസി സ്കൂൾ എന്നാണ് പേരെങ്കിലും പാർസികൾ ഇല്ലാത്ത നാട്ടിൽ അന്ന് പാർസികൾ ഉണ്ടായിരുന്നു. അവരുടെ അടുത്തുനിന്ന് കുറച്ച് പണം 1500 രൂപ രുതിർ ഷാ എന്ന പാർസിയിൽ നിന്ന് വാങ്ങിയ പൈസ അതുകൊണ്ട് തികച്ച് അതിനെ ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും പാർസി സ്കൂൾ എന്ന് പറയുന്നത് ഈ എം ഗുണ്ടട്ട് സ്ഥാപിച്ച സ്കൂളാണ്. അത് ഇന്നും നിലനിൽക്കുന്നു എന്നത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ഭാഷയ്ക്ക് വേണ്ടിയിട്ട് അമൂല്യ സംഭാവന നൽകി കൊടുത്തു. അങ്ങനെ അദ്ദേഹം വലിയ മഹാനായി തീർന്നു. ഇന്നും അയാളെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ എളിയ അപേക്ഷ. 85 വയസ്സാകുന്നു. ഈ പുസ്തകത്തിന് എന്താണെന്ന് ചോദിച്ചാൽ, പുസ്തകം ഞാൻ ഇനിയും സൂക്ഷിക്കും, എൻ്റെ മരണം വരെ സൂക്ഷിക്കും. മരണം വരെ സൂക്ഷിച്ച് അതിനുശേഷം എൻ്റെ മക്കൾക്ക് അത് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അവരും ഇതുപോലെ സൂക്ഷിക്കും. എത്ര കാലം സൂക്ഷിക്കുമെന്ന് കഴിയില്ല. എന്നാലും വിലപ്പെട്ട നിധി ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്.